നേപ്പാളിൽ നിന്ന് ഇപ്പോൾ വരുന്നത് വെറുമൊരു വാർത്തയല്ല, മറിച്ചൊരു വലിയ രാഷ്ട്രീയ ഭൂകമ്പത്തിന്റെ റിപ്പോർട്ടാണ്. ഒരു റാപ്പർ, ഒരു എഞ്ചിനീയർ, കാഠ്മണ്ഡുവിന്റെ മുൻ മേയർ. ഇപ്പോൾ ഇതാ നേപ്പാളിന്റെ അടുത്ത പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഒരു 35-കാരൻ നടന്നു കയറുകയാണ്. നേപ്പാൾ രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച ആ സെൻസേഷണൽ നായകനെ കുറിച്ചാണ് ബാലൻ ഷാ എന്ന ബാലേന്ദ്ര ഷാ. ഇന്ന് നേപ്പാളിലെ പഴയ സിംഹങ്ങളെ മുഴുവൻ കൂട്ടിലടച്ച് ആ രാജ്യത്തിന്റെ ഭാവി നിശ്ചയിക്കുന്ന കരുത്തനായി ബാലൻ ഷാ മാറിക്കഴിഞ്ഞു. കാഠ്മണ്ഡുവിന്റെ തെരുവുകളിൽ തുടങ്ങിയ ആ വിപ്ലവം ഇപ്പോൾ സിംഹദർബാർ ലക്ഷ്യമാക്കി കുതിക്കുകയാണ്. പതിറ്റാണ്ടുകളായി നേപ്പാൾ ഭരിച്ച ഓൾഡ് ഗാർഡ് രാഷ്ട്രീയക്കാരെ മൊത്തത്തിൽ തൂത്തെറിഞ്ഞാണ് ബാലൻ ഷായുടെ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി RSP മുന്നേറുന്നത്. വെറും ഒരു റാപ്പർ എങ്ങനെ ഒരു രാജ്യത്തിന്റെ തലപ്പത്തേക്ക് എത്തുന്നു? ഇത് ഇന്ത്യയുമായുള്ള നേപ്പാളിന്റെ ബന്ധത്തെ എങ്ങനെ ബാധിക്കും? മോദി സർക്കാരിന് ഇതൊരു ചലഞ്ച് ആകുമോ? പരിശോധിക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ വിജയത്തിന്റെ മാഗ്നിറ്റ്യൂഡ് ഒന്ന് മനസ്സിലാക്കാം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നേപ്പാൾ രാഷ്ട്രീയം ഭയങ്കര അൺസ്റ്റേബിൾ ആയിരുന്നു. 18 വർഷത്തിനിടയിൽ 14 ഗവൺമെന്റുകൾ വന്നുപോയി. ജനങ്ങൾ ആകെ മടുത്തിരിക്കുകയായിരുന്നു. അഴിമതിയും കുടുംബ ഭരണവും ഒക്കെ കണ്ട് മടുത്ത നേപ്പാളിലെ ജെൻസി തലമുറ ഒരു മാറ്റം ആഗ്രഹിച്ചു. ആ മാറ്റത്തിന്റെ മുഖമായിട്ടാണ് ബാലൻ ഷാ അവതരിച്ചത്. നേപ്പാളിലെ കരുത്തനായ നേതാവ് മുൻ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയെ അദ്ദേഹത്തിന്റെ സ്വന്തം തട്ടകമായ ഛാപ്പ 5-ൽ പോയി നേരിട്ടാണ് ബാലൻ ഷാ മുട്ടുകുത്തിച്ചത്. വെറും ഒരു പരാജയമല്ല, ഒരു ദയനീയമായ പരാജയം, അല്ലെങ്കിൽ നാണം കെട്ട തോൽവി ആണെന്നൊക്കെ പറയണം. ബാലൻ ഷായ്ക്ക് കിട്ടിയ വോട്ടിന്റെ പകുതി പോലും മുൻ പ്രധാനമന്ത്രിക്ക് നേടാനായില്ല എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു തരംഗം എത്ര വലുതാണ് എന്ന് നമുക്ക് ഊഹിക്കാം. നേപ്പാൾ രാഷ്ട്രീയത്തിന്റെ മുഖം തന്നെ ബാലൻ ഷാ മാറ്റിമറിച്ചു കഴിഞ്ഞു. ഇനി ആരാണ് ശരിക്കും ഈ ബാലൻ ഷാ? അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റോറി ഒരു സിനിമ കഥ പോലെ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ആയ ബാലൻ നേപ്പാളിലെ യുവാക്കൾക്കിടയിൽ ഫേമസ് ആയത് അദ്ദേഹത്തിന്റെ റാപ്പ് ഗാനങ്ങളിലൂടെയാണ്. സിസ്റ്റത്തിലെ കള്ളത്തരങ്ങളെയും അതുപോലെ അഴിമതിയും ഒക്കെ പാട്ടുകളിലൂടെ ചോദ്യം ചെയ്ത ബാലൻ പെട്ടെന്നാണ് യുവാക്കളുടെ ഹീറോ ആയത്. 2022-ൽ ആരും അറിയാതെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വന്ന് കാഠ്മണ്ഡു മേയർ സ്ഥാനം അദ്ദേഹം പിടിച്ചെടുത്തു. അന്ന് തുടങ്ങിയതാണ് ഈ ബാലൻ ഇഫക്റ്റ്. കാഠ്മണ്ഡുവിനെ വൃത്തിയാക്കാനും കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനും അദ്ദേഹം കാണിച്ച ധൈര്യം ജനങ്ങളെ വലിയ രീതിയിൽ ആകർഷിച്ചു. ആ ഒരു കോൺഫിഡൻസിലാണ് അദ്ദേഹം ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതും നേപ്പാളിന്റെ അടുത്ത സ്ട്രോങ് ലീഡറായി മാറിയതും. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇത് എന്ന്. ശരിക്കും ഇന്ത്യയുമായി ബാലൻ ഷായ്ക്ക് ഒരു കണക്ഷൻ ഉണ്ട്. അദ്ദേഹം തന്റെ ഹയർ സ്റ്റഡീസ് മാസ്റ്റേഴ്സ് ഇൻ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കിയത് കർണാടകയിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമെന്ന് പറയാം. പക്ഷെ അദ്ദേഹം ഒരു പക്ക നാഷണലിസ്റ്റ് ആണ്. ചില കാര്യങ്ങളിൽ ഇന്ത്യയുമായി അദ്ദേഹം നേർക്കുനേർ നിന്നിട്ടുണ്ട്. ഇന്ത്യയുടെ പുതിയ പാർലമെന്റിൽ അഖണ്ഡ് ഭാരത് മാപ്പ് വെച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് തന്റെ മേയർ ഓഫീസിൽ ഗ്രേറ്റർ നേപ്പാൾ മാപ്പ് വെച്ച് അദ്ദേഹം ഞെട്ടിച്ചിരുന്നു. ഉത്തരാഖണ്ഡിലെയും പശ്ചിമ ബംഗാളിലെയും ചില ഭാഗങ്ങൾ നേപ്പാളിന്റേതാണെന്ന് കാണിക്കുന്ന മാപ്പ് ആയിരുന്നു അത്. കൂടാതെ കാഠ്മണ്ഡുവിലെ തിയേറ്ററുകളിൽ ആദിപുരുഷ് സിനിമ നിരോധിച്ചതും സീത നേപ്പാളിന്റെ മകളാണെന്ന വാദത്തിൽ ഉറച്ചു നിന്നതും ഇദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെ തന്റെ ആ ഒരു നാഷണലിസ്റ്റ് ഇമേജ് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ആന്റി ഇന്ത്യ സെന്റിമെന്റ്സ്, അതായത് ഇന്ത്യക്കെതിരായ നിലപാടുകൾ എടുക്കാൻ പുള്ളിക്ക് ഒരു മടിയും കാണില്ല എന്ന് തോന്നുന്നു. തന്റെ രാജ്യത്തെ ജനങ്ങളുടെ കയ്യടി കിട്ടാൻ വേണ്ടി ഇന്ത്യയെ പോലും വെല്ലുവിളിക്കാൻ മടിക്കാത്ത ഒരു ടൈപ്പ് ലീഡറാണ് ബാലൻ ഷാ. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഈ ഇലക്ഷനെ വളരെ ശ്രദ്ധയോടെയാണ് നോക്കിക്കാണുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാൾ ജനതയെ അഭിനന്ദിച്ചിട്ടുണ്ടെങ്കിലും ബാലൻ ഷായുടെ വരവ് ചില നയതന്ത്ര വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. നേപ്പാൾ ഇതുവരെ ഒന്നുകിൽ ഒരു പ്രോ ഇന്ത്യ അല്ലെങ്കിൽ പ്രോ ചൈന എന്ന നിലപാടായിരുന്നു. പക്ഷേ ബാലൻ ഷാ പറയുന്നത് നേപ്പാൾ ഫസ്റ്റ് എന്നാണ്. അതായത് ഇന്ത്യക്കും ചൈനയ്ക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്നു, എന്നാൽ സ്വന്തം താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഒരു തന്ത്രപരമായ നിലപാട്. ഇത് ഇന്ത്യക്ക് നേപ്പാളിലുള്ള സ്വാധീനം കുറയ്ക്കുമോ എന്ന ആശങ്ക പല വിദഗ്ധരും പങ്കുവയ്ക്കുന്നുണ്ട്. ബാലൻ ഷായെ പോലെ ഒരു യുവ നേതാവ് വരുമ്പോൾ പഴയ കാലത്തെ ബിഗ് ബ്രദർ സമീപനം ഇന്ത്യക്ക് ഇനി പറ്റിയെന്ന് വരില്ല. നമുക്ക് വേണ്ടത് കുറച്ചുകൂടി മോഡേൺ ആയ ഒരു ട്രാൻസാക്ഷണൽ അപ്രോച്ച് ആണ് എന്ന് നേപ്പാൾ പറയാൻ സാധ്യതയുണ്ട്. അതായത് വെറുതെ ഉപദേശം കൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ലാഭകരമായ രീതിയിൽ ഡീൽ ചെയ്യുന്ന ഒരു പുതിയ ശൈലി ഇന്ത്യ പുറത്തെടുക്കേണ്ടി വരുമെന്ന് സാരം. എന്തായാലും പ്രധാനമന്ത്രി കസേരയിലേക്ക് എത്തുമ്പോൾ ബാലൻ ഷായ്ക്ക് മുന്നിലുള്ളത് അത്ര എളുപ്പമുള്ള കാര്യങ്ങളൊന്നുമല്ല. നേപ്പാളിന്റെ സാമ്പത്തിക അവസ്ഥ അത്ര നല്ലതല്ല. തൊഴിലില്ലായ്മ മൂലം യുവാക്കൾ രാജ്യം വിടുകയാണ്. തന്റെ പാർട്ടി അധികാരത്തിൽ വന്നാൽ 12 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വാഗ്ദാനം. അതുപോലെ GDP ഇരട്ടിയാക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതൊക്കെ പ്രാവർത്തികമാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമോ? റാപ്പ് മ്യൂസിക് പോലെ എളുപ്പമല്ല ഒരു രാജ്യത്തെ ഭരിക്കുക എന്നത്. എന്തായാലും നേപ്പാളിൽ ഒരു പുതിയ യുഗം തുടങ്ങിക്കഴിഞ്ഞു. പഴയ മുഖങ്ങൾ വിസ്മൃതിയിലേക്ക് മറയുകയാണ്. ബാലൻ ഷാ എന്ന യുവാവ് നേപ്പാളിനെ എങ്ങോട്ടാണ് നയിക്കുക എന്നത് ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ വിജയം സൗത്ത് ഏഷ്യയിലെ തന്നെ രാഷ്ട്രീയ മാറ്റങ്ങളുടെ സൂചനയാകാം.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.